നമസ്കാരം. ലൈംഗിക പീഡകർക്ക് പത്രപ്രവർത്തക സംഘടനയായ KUWJ സംരക്ഷണം ഒരുക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ശക്തമാണ്. ട്രെയിൻ യാത്രക്കിടെ മാധ്യമപ്രവർത്തകയെ കടന്നുപിടിച്ച കേസിൽ മുൻ മാധ്യമപ്രവർത്തകനും കാലിക്കറ്റ് പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ VE ബാലകൃഷ്ണൻ റിമാൻഡിലായ സംഭവമാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ വ്യാപകമാക്കുന്നത്. വനിതാ മാധ്യമപ്രവർത്തകയെയാണ് മുൻ കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ കൂടിയായ VE ബാലകൃഷ്ണൻ കടന്നുപിടിച്ചത്. യുവതിയുടെ അടുത്തു വന്നിരുന്നാണ് അതിക്രമം കാട്ടിയത്. യുവതിയുടെ പരാതിയെ തുടർന്ന് ഷൊർണൂർ പോലീസാണ് ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. തലശ്ശേരിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുകയായിരുന്ന മാധ്യമപ്രവർത്തകയ്ക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അറസ്റ്റിലായ ബാലകൃഷ്ണനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. മുൻ മാധ്യമപ്രവർത്തകനായതിനാൽ KUWJ പ്രതികരിച്ചില്ലെന്നും മാധ്യമപ്രവർത്തകർ വാർത്തമുക്കി എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അധിക്ഷേപം. മാധ്യമപ്രവർത്തകയുടെ പരാതിയിൽ മുൻപ് സുരേഷ് ഗോപിക്കും പ്രശാന്ത് IASനുമെതിരെ DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയ KUWJക്ക് ഈ കേസിൽ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ്. കാലിക്കറ്റ് പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ പ്രതിയെ ഇതുവരെ പുറത്താക്കാനും സംഘടന തയ്യാറായിട്ടില്ല. അപ്പുറത്ത് മാധ്യമ പ്രവർത്തക ആയിട്ട് പോലും വാർത്ത പോയത് ചില ചാനലുകളിൽ മാത്രം എന്നൊക്കെയുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ കൊഴുക്കുന്നത്. യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി കിരൺ ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകിയ മുൻ വനിതാ സെക്രട്ടറിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രവും ഈ ചർച്ചകളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴയിൽ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ അധിക്ഷേപം നടത്തിയ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറയ്ക്കെതിരെ നടപടിക്ക് യൂണിയൻ നിയോഗിച്ച അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകിയിട്ടും നേതൃത്വം അനങ്ങുന്നില്ല. സമാനമായ സംരക്ഷണമാണ് കോഴിക്കോട്ടെ പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബാലകൃഷ്ണനും യൂണിയൻ നൽകുന്നത്. പ്രതികരണങ്ങൾ ഇങ്ങനെ തുടരുന്നു. കോഴിക്കോട് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർഷങ്ങളായി ഡയറക്ടർ സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുകയാണ് ബാലകൃഷ്ണൻ എന്നും ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപമുണ്ട്. ബാലകൃഷ്ണൻ കാലിക്കറ്റ് പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയതിനാൽ സ്ഥാപനത്തിനും മാനക്കേട് വരുമെന്ന ഭയവും KUWJ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിശബ്ദത എന്നാണ് അണിയറയിലെ സംസാരം. എന്തായാലും മാധ്യമരംഗത്തെ പീഡകർക്കെതിരെയുള്ള മൗനം KUWJ അവസാനിപ്പിക്കുമെന്നും ഒത്തുകളികൾ അവസാനിപ്പിക്കുമെന്നും നമുക്ക് കരുതാം.